സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ കൃഷ്ണകുമാറിന്റെ മകള് ഒരു മാപ്പ് വീഡിയോയാ, ഒരു സോറി വീഡിയോ എന്തോ ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ചുളിവിൽ ഇച്ചിരി പൈസ ഉണ്ടാക്കാൻ നോക്കിയത് പണി പാളിയെന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ മാപ്പും കോപ്പും അല്ലെങ്കിൽ ഇത് അബദ്ധത്തെ പറ്റിയ ഒരു അബദ്ധവുമല്ല, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 390 രൂപ മുടക്കിയിട്ട് സബ്സ്ക്രിപ്ഷൻ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും വല്ലതും കാണുമെന്ന് വിചാരിച്ച് തന്നെയാണ്. അല്ലാതെ വെറുതെ ഒന്നും അല്ല. വെറുതെ ആരോടോ പോയിട്ട് എടുക്കുന്നതെന്ന് ചൊറിയുന്നുണ്ടാ. വീട്ടിലൊരിക്കലും അരി മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കാത്ത ഓന്മാർ വരെ 350 രൂപ മുടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കട്ടെ. എന്തെങ്കിലും ഇതിനകത്ത് നിന്ന് കണ്ടിട്ട് കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടല്ലേ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു യുവതി കാണിച്ചിരിക്കുന്നത് എന്താ, കൃഷ്ണകുമാറിന്റെ മകള് കാണിച്ചിരിക്കുന്നതും ഇതിൻ്റെ അകത്ത് ആൾക്കാരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവരും കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു. അതെല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷേ അത് കൃഷ്ണകുമാറിന്റെ മകളായതുകൊണ്ട് മാത്രം അതങ്ങനെ മഹത്വം ആകുന്നില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് കാണിച്ചത് എന്ന് പറഞ്ഞാൽ തനി പോകൃത്തരം തന്നെയാണ്. കൃഷ്ണകുമാറിന്റെയും അതുപോലെ സിന്ധു കൃഷ്ണയുടെയും വളർത്തു ദോഷമെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാ മക്കളും ഒരുപോലെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചില മക്കൾക്ക് എന്ന് പറഞ്ഞാൽ അതിബുദ്ധി ഉണ്ടാകും. നിങ്ങളുടെ എല്ലാ മക്കളെയും നിങ്ങൾ ഒരുപോലെ അങ്ങ് സ്നേഹിച്ചു, ഒരുപോലെ ഭയങ്കരമായിട്ട് എല്ലാവരും നല്ല ബോൾഡാന്ന് വിചാരിച്ചു. പക്ഷേ ഒരാൾ മാത്രം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇച്ചിരി ഒന്ന് വഴിതെറ്റാൻ വേണ്ടി തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. 20 വയസ്സായ ഒരു പെണ്ണിനെ അറിയില്ലടോ. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാന്ന് 20 വയസ്സായ ഒരു പെണ്ണിനെ അറിയില്ലേ. എന്നിട്ട് പറയുകയാണ് യാതൊരു എളുപ്പമില്ലാതെ ഞാൻ സ്വകാര്യമായിട്ട് ചെയ്തത് ഇത് ആരോ എടുത്ത് വെളിയിലിട്ടിയാന്ന്. അപ്പോൾ വെളിയിലിട്ടില്ലെങ്കിൽ ഇപ്പോഴും ആ കണ്ടന്റുകൾ ഇങ്ങനെ അതിൻ്റെ അകത്ത് കിടന്ന് ഓടുന്നുണ്ടാകും. പൈസ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുണ്ട് ഇത് പറയേണ്ടെങ്കിൽ. നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാറുണ്ട്. എത്ര വളരെ മോശമായ കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ഒരു യുവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് കൃത്യമായിട്ടൊന്നും പറഞ്ഞാൽ കൃഷ്ണകുമാറിന് ഒരു അടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. വീട്ടിൽ പ്രശ്നം ഉണ്ടാകും. അതായത് കൃഷ്ണകുമാറിന്റെ ഇതുവരെയുള്ള എല്ലാ മക്കളുടെയും കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാർ ഭയങ്കര വാചാലനായിരുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ കൊടുത്തു, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് വാചാലനാകുന്ന ഒരു അച്ഛനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും തലയിൽ മുണ്ടിട്ടിട്ട് ഇല്ലെങ്കിൽ കുനിഞ്ഞ് ഇങ്ങനെ നടക്കേണ്ട ഒരു ഗതികേടാക്കി വെച്ചത് ഈ മകള് തന്നെയാണ്. അതായത് ആ കുടുംബം മുഴുവൻ എന്ന് പറഞ്ഞാൽ എന്ത് പ്രഹസനം കാണിച്ചിട്ടും കാര്യമില്ല. നാറാനുള്ളത് നല്ല രീതിയിൽ നാറിയിട്ടുണ്ട്. ഉള്ള കാര്യം എന്താ പറയുക, അതിന് ഓവർ സ്വാതന്ത്ര്യം കൊടുത്ത് ഓവറായിട്ട് ഇത് കൊടുത്ത് എന്താ പറയുക, എൻ്റെ മക്കൾ എന്നെ ഒന്നും പറയത്തില്ല, അല്ലെങ്കിൽ എൻ്റെ മക്കൾ എനിക്ക് ഭയങ്കര ഇതാണ് എന്നൊക്കെയുള്ള വിശ്വാസത്തിൽ ഇവരങ്ങ് കയറൂരി വിട്ട പോലെ ആയിപ്പോയായിരുന്നു. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു പണിയാണ് കൃഷ്ണകുമാറിന് കിട്ടിയിരിക്കുന്നത്. കൃഷ്ണകുമാറിനും സിന്ധു കൃഷ്ണക്കും ശരിക്ക് നാട്ടിലിറങ്ങി നടക്കാൻ ബന്ധുക്കളുടെ മുഖത്ത് വരെ നോക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. അതായത് ബന്ധുക്കൾ വരെ എന്ന് പറഞ്ഞാൽ പുച്ഛത്തോടു കൂടി നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചില്ലേ. എന്താണെന്ന് വെച്ചാൽ 4 ചുമരിന്റെ ഇടയിൽ ആ പെൺകുട്ടി കാണിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ആദ്യം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു, പിന്നീട് വേറെ എന്തെല്ലോ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നോക്കിയിട്ട് രക്ഷപ്പെടാൻ നോക്കി. പിന്നീട് കൃഷ്ണകുമാറിന്റെ കുടുംബായാലും ഒന്നും പ്രതികരിക്കാതെ അവരും കുറേ നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മൂടി വെക്കാൻ നോക്കി. പക്ഷേ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ നാണക്കേടുണ്ടാക്കി. അതായത് കൃഷ്ണകുമാർ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു, സിന്ധു കൃഷ്ണ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ടാകും 4 പെൺമക്കളുടെ അച്ഛനാണ്, 4 പെൺകുട്ടികളുടെ അമ്മയാണ് എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്നത്. ഇനി അങ്ങനെ പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അഭിമാനത്തോടു കൂടി പറയേണ്ട ഒരു കാര്യം ഒരു മോള് കാരണം കുറച്ചങ്ങോട്ട് നഷ്ടപ്പെട്ടു. ഇവിടെ ഇനിയിപ്പോൾ പല ആൾക്കാരും വന്നിട്ട് പറയുന്നുണ്ട് അതിനെന്താ ഇവിടെ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അതായത് ഇത്രയും വലിയ ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൻ്റെ ഇതിൽ ഇങ്ങനെയുള്ള ഈ പേക്കൂത്തുകൾ കാണിക്കുമ്പോഴേ കുറച്ചൊക്കെ ബോധം വേണ്ടേ? അതൊന്നും അല്ല. ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു 10 ചൊളയുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊന്നും പറഞ്ഞാൽ സമൂഹത്തിനോടോ അല്ലെങ്കിൽ കുടുംബത്തോടോ അല്ലെങ്കിൽ വേറെ ഒന്നിനോടോ ഒരു ഇതുമില്ല. ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഒരാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് ഏതോ ഒരുത്തിനോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ആദ്യം പ്രേമിച്ച ഒരുത്തിനുണ്ടായിരുന്നു, അപ്പോൾ അവൻ എന്തോ തേച്ചിട്ട് പോയത് കൊണ്ട് എന്നാൽ പിന്നെ അടുത്ത കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റൊരു തരത്തിലാണെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശപ്പെട്ട പരിപാടി തന്നെയാണ്. അപ്പം ഇതിന് പല ആൾക്കാരെന്ന് പറയുന്നത് ഇവരൊക്കെ അതായത് ഈ പെണ്ണിന് പറ്റിപ്പോയതല്ലേ, അതിന് മാപ്പോട് ഒരു കോപ്പിൽ എന്ത് കോപ്പ്, അവരുടെ ശരീരം അവരിങ്ങനെ എക്സ്പോസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി സമൂഹത്തിൻ്റെ മുന്നിൽ വന്നിട്ട് വലിയ ആളാകാൻ നിൽക്കരുത്. അതായത് ഞാനെന്തോ ഒരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഞാനെന്തോ ഒരു വലിയ കുടുംബമാണ്, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ കുഴികുത്തിയിട്ടാണ് പണ്ട് ആഹാരം കൊടുത്തിരിക്കുന്നത്. ഏതായാലും അതൊക്കെ എന്ന് പറഞ്ഞാൽ അഭിമാനമാണ്. അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അഭിമാനമാണ്. പക്ഷേ താങ്കളുടെ മക്കൾ താങ്കളോട് ചെയ്തത് എന്താണ്? അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതായി കഴിഞ്ഞാലും ഇപ്പോഴും കുടുംബം മുഴുവൻ നാറിയപ്പോഴാണ് ഈ സ്ത്രീക്ക് ഈ ഒരു പെണ്ണിന് 20 വയസ്സുകാരിക്ക് ബോധം വന്നതെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ സാധാരണ പെണ്ണുങ്ങളെ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കല്യാണത്തിനൊന്നും വലിയ പ്രശ്നമൊന്നും വരില്ല. വേറെ ആരെങ്കിലും അത്
ഇപ്പൊ കല്യാണം കഴിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മുന്നിൽ ഇങ്ങനെ ഇതുണ്ടാവും. അതായത് കല്യാണം നിശ്ചയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പഴയ ക്ലിപ്പിങ്ങൾ ഇറങ്ങും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇവരെ സംബന്ധിച്ച് പിന്നെ അതൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ സെലിബ്രിറ്റികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സെലിബ്രിറ്റികൾ ആയിക്കഴിഞ്ഞാൽ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്രശ്നം, എന്ത് തൊട്ടിത്തരം ചെയ്താലും നാട്ടുകാരുടെ സെലിബ്രിറ്റികളാണ്. എന്ത് ഇതായി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, എല്ലാം എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളാണ്. ഇവിടെ എന്തൊക്കെ കാണിക്കുന്ന എല്ലാ ആൾക്കാരുണ്ടാവും, എല്ലാം സെലിബ്രിറ്റികൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളുടെ ആ ഗ്രൂപ്പിൽ അങ്ങ് പോയിക്കോളും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ എണ്ണമുണ്ട്. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെയൊക്കെ പുറകിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലാന്നൊന്നും നിങ്ങൾ പറയുന്നു വേണ്ട. ഇനിയിപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ, അതായത് ലീക്ക് ചെയ്യാതെ ഇതെങ്ങനെ കാണിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ മലയാളികളുടെ പോക്ക് അങ്ങോട്ട് തന്നെയാണ്. ഇപ്പോഴും കാണുന്നില്ല ഓരോരോ കോപ്രായങ്ങൾ എല്ലാം എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതിപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഈ ഹൻസിക ആയാലും അല്ലെങ്കിൽ മറ്റുള്ളവരായാലും ഇവരൊക്കെ ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഹൻസികക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷ്ണകുമാറിന് ഇത്രയും പണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സാമ്പത്തികപരമായിട്ട് ഉയർന്ന കുടുംബമാണ്, ഉയർന്ന നിലയിൽ നിൽക്കുകയാണ്. എന്നിട്ടും ഇങ്ങനെയുള്ള ആ കുട്ടിക്കാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനമുണ്ട്, എന്നിട്ടും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത തോന്നിയവാസമാണ് ഹൻസികക്ക് വലിയൊരു വിനയായി തീർന്നത്. അത് തന്നെയാണ്, അല്ലാതെ വേറെയൊന്നുമല്ല. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എന്താ പറയേണ്ടത്, ഈ പിന്നെ എന്തും ഞാൻ കാണിക്കും എന്തും ഞാൻ ചെയ്യും എന്ന് പറയുന്ന പോലെ അത് ആരോടത്ത് പുറത്തിട്ടോണ്ടാണ്. ഇല്ല എങ്ങനെ മനസ്സിലാകാനാണ്? ഇല്ലൊരു മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. അതായത് ആർക്ക് കാണാൻ ഇപ്പോൾ ഇവിടെ കുറയണമുണ്ട്, ഭയങ്കര ഡീസൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമുകളുണ്ട്. അവരുടെയൊക്കെ കാണിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചാനലുകളിൽ പോയിട്ട് കണ്ടാൽ മതി. അതായത് ഇവരൊക്കെ കാണിക്കുന്ന കോപ്രായങ്ങൾ കാണണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്നില്ല സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ലേ, അങ്ങനത്തിനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നില്ല. അങ്ങനത്തിന് ഇല്ലാതെ ഇവരെ ചാനലിൽ ആരാ നിൽക്കുക? ഒരു മനുഷ്യന്മാർ പോലും നിൽക്കൂല. അതായത് ഇവര് അമ്പലത്തിൽ പോയതും അല്ലെങ്കിൽ ഇവര് വേറെ ഷൂട്ടിങ്ങിന് പോയതും ഇവര് പിന്നെ എന്താ പൂ പറിക്കാൻ പോയതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആരാ നിൽക്കൂടെ? 900 റുപ്യ എത്രയാ, 350 റുപ്യ കൊടുത്തിട്ട്. അപ്പൊ ഇതിന്റെ അകത്ത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണിക്കും, അതിനു വേണ്ടിയിട്ട് തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ കാണിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കൂടി തന്നെയാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇതൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഇവിടെ നന്മ മരമൊന്നും ആരും കളിക്കണ്ട. അൻസിബ ചെയ്തതെന്ന് പറഞ്ഞാൽ വളരെ മോശം തന്നെയാണ്. 10-20 വയസ്സുള്ള കുട്ടിയാണ്, അല്ലാതെ ഇളക്കുട്ടിയോ അല്ലെങ്കിൽ 5 വയസ്സുകാരിയോ ഒന്നുമല്ല. വളരെ മോശമായ കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൻസിക ഇങ്ങനെ ചെയ്തപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിമാർ ഞെട്ടിപ്പോയി, ഞാൻ ഞെട്ടിപ്പോയില്ല. നാണം കെടുക ചെയ്തത്, ഞെട്ടലും പിട്ടലൊന്നും അല്ല, നാണം കെടുക ചെയ്തത്. അതായത് കുടുംബങ്ങളുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയായി പോയായിരുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം കുടുംബങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് അവരോട് പറയണ്ടേ? അതായത് എൻ്റെ സിന്ധുവിനോട് വരെ ചോദിച്ചിട്ടുണ്ടാവും, എൻ്റെ മക്കൾ എന്താണ് ഇങ്ങനെ ആയിപ്പോയത്, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കാണിച്ചതെന്ന് പറഞ്ഞാൽ പോകൃത്തരം തന്നെയാണ്. ഇനി എത്ര മാപ്പ് പറഞ്ഞ് മെഴുകിയിട്ടും കാര്യമില്ല. ഉള്ള കാര്യം എന്താ പറയുന്നതിന്. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.